IPL ട്രേഡിംഗ് വിൻഡോയിൽ സഞ്ജു സാംസണിന്റെ കൂടുമാറ്റത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. അദ്ദേഹത്തെ വാങ്ങാൻ താല്പര്യമുണ്ട് എന്ന് 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് തുറന്ന് സമ്മതിക്കുക കൂടി ചെയ്തതോടെ വരും ആഴ്ചകളിൽ എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മലയാളി താരത്തിനായി റോയൽസിനെ ഔദ്യോഗികമായി സമീപിക്കാനുള്ള നീക്കങ്ങളും ചെന്നൈ വൈകാതെ തുടങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ രാജസ്ഥാൻ റോയൽസിന്റെ സഞ്ജുവിന്റെ പ്രതിവർഷ ശമ്പളമായ 18 കോടി രൂപ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെന്നൈയുടെ ആദ്യത്തെ വെല്ലുവിളി തന്നെ. നിലവിൽ വെറും 5 ലക്ഷം രൂപ മാത്രമേ അവരുടെ പേഴ്സിൽ ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചില വലിയ താരങ്ങളെ മറ്റു ടീമുകൾക്ക് വിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ സഞ്ജു സാംസണെ സ്വന്തമാക്കാനുള്ള ചെന്നൈയുടെ ശ്രമം വിജയിക്കുകയുള്ളൂ. പണത്തോടൊപ്പം ഒരുപക്ഷെ ടീമിലെ താരമൂല്യമുള്ള ചില കളിക്കാരെ അവർക്ക് റോയൽസിന് വിട്ടു നൽകേണ്ടിയും വന്നേക്കും. രാജസ്ഥാൻ റോയൽസിനെ ട്രേഡിംഗ് വിൻഡോയിൽ CSK ടീം കൈമാറാൻ സാധ്യതയുള്ള ചില വമ്പൻ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യത്തേത് മറ്റാരുമല്ല, ഋതുരാജ് ഗെയ്ക്വാഡ് തന്നെയാണ്. നിലവിലെ ക്യാപ്റ്റനും ഇന്ത്യൻ മുൻനിരയിലെ ബാറ്ററുമായ ഋതുരാജ് ഗെയ്ക്വാഡ് ചെന്നൈ സൂപ്പർ കിങ്സിനെ വിട്ടുകൊടുക്കാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റിലെ ആദ്യത്തെ ആൾ തന്നെയാണ്. സഞ്ജു സാംസണിനെ കൈമാറണമെങ്കിൽ രാജസ്ഥാൻ റോയൽസ് ചിലപ്പോൾ പകരമായി ഋതുരാജിനെ ആവശ്യപ്പെട്ടേക്കാം. കഴിഞ്ഞ സീസൺ മുതൽ ചെന്നൈ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഓപ്പണറായും വൺ ഡൗണുമായ എല്ലാം ബാറ്റിംഗിൽ ശ്രദ്ധേയമായ പല പ്രകടനങ്ങളും ഋതുരാജ് കാഴ്ചവെക്കുകയും ചെയ്തിട്ടുമുണ്ട്. കഴിഞ്ഞ മെഗാലേലത്തിന് മുൻപ് 18 കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ CSK നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. ചെന്നൈ വളർത്തിയെടുത്ത താരങ്ങളിൽ ഒരാൾ തന്നെയാണ് ഋതുരാജ് എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവർ റോയൽസിന് കൈമാറാൻ തയ്യാറായാൽ അത് വലിയ സർപ്രൈസ് തന്നെയായിരിക്കും. പക്ഷേ ഇതിഹാസ താരം MS ധോണിക്ക് പകരം ദീർഘകാലത്തേക്ക് മികച്ചൊരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറിനെ ചെന്നൈക്ക് ആവശ്യം തന്നെയാണ്. ഈ റോളിലേക്ക് ഏറ്റവും അനുയോജ്യം തന്നെയാണ് സഞ്ജു സാംസൺ. നായകസ്ഥാനവും ഏറ്റെടുക്കാൻ സാധിക്കും എന്നുള്ളതിനാൽ ഋതുരാജിനെ റോയൽസിന് നൽകാൻ അവർ തയ്യാറായേക്കാം. രണ്ടാമത്തേത് അശ്വിൻ തന്നെയാണ്. ഇന്ത്യയുടെ വെറ്ററൻ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ അശ്വിനാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വിട്ടുകൊടുക്കാൻ സാധ്യതയുള്ള മറ്റൊരു രണ്ടാമത്തെ വ്യക്തി. കഴിഞ്ഞ മെഗാലയലത്തിൽ 9,75 ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹത്തെ CSK നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബൗളിങ്ങിലോ ബാറ്റിങ്ങിലോ കാര്യമായ സംഭാവനകളൊന്നും തന്നെ നൽകാൻ അശ്വിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിന് വേണ്ടി അദ്ദേഹത്തെ വിട്ടു നൽകാനും ചെന്നൈ തയ്യാറായേക്കും എന്നുള്ളതാണ് സൂചനകൾ. 2022 മുതൽ 24 വരെ 3 സീസണുകൾ റോയൽസിനായി കളിച്ചിട്ടുള്ള താരമാണ് അശ്വിൻ. സഞ്ജുവിന്റെ മികച്ച പല പ്രകടനങ്ങളും അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അശ്വിനെ ഇരു കൈകളും നീട്ടി ടീമിലേക്ക് തിരികെ വിളിക്കാനും റോയൽസ് തയ്യാറായേക്കും. അശ്വിനെ നൽകിയാലും 8 കോടിയിൽ കൂടി അധികമായി നൽകിയാൽ മാത്രമേ സഞ്ജുവിന്റെ പ്രതിഫലമായ 18 കോടിയിലേക്ക് എത്താൻ ചെന്നൈക്ക് സാധിക്കുകയുള്ളൂ. മൂന്നാമത്തേത് രച്ചിൻ രവീന്ദ്രയാണ്. ഭാവി സൂപ്പർ താരം എന്ന് ചൂണ്ടിക്കാണപ്പെടുന്ന ന്യൂസിലൻഡിന്റെ ഇന്ത്യൻ വംശജനായ ഓൾറൗണ്ടർ രച്ചിൻ രവീന്ദ്രയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വിട്ടുകൊടുത്തേക്കാവുന്ന മൂന്നാമത്തെ വ്യക്തി. കഴിഞ്ഞ 2 സീസണുകളിലായി രജിൻ ചെന്നൈ ടീമിനൊപ്പമുണ്ട്. മതിയായ അവസരങ്ങൾ അദ്ദേഹത്തിന് അവർ നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത ഒരു പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. 4 കോടിയാണ് നിലവിൽ അദ്ദേഹത്തിന്റെ ശമ്പളം. ബാറ്റിംഗിൽ ഫ്ലോപ്പ് ഷോ തുടർന്നതോടെ രജിനെ പ്ലേയിങ് 11-ൽ നിന്ന് പിന്നീട് ചെന്നൈ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 8 മത്സരങ്ങളാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. നേടിയതാണെങ്കിൽ വെറും 191 റൺസുമാണ്. റോയൽസ് ആവശ്യപ്പെട്ടാൽ രജിനെ തീർച്ചയായും ചെന്നൈ വിട്ടു നൽകിയേക്കും.